ഹലോ ഗായ്സ്, എൻ്റെ പേര് കാർത്തിക്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 29ാമത്തെ എപ്പിസോഡിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ക്രീപ്പർ ഫാം ഉണ്ടാക്കാൻ പോണ് ഗൈസ്. വേറെ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എൻഡർ ഡ്രാഗനെ കൊല്ലും. അപ്പോൾ നമുക്ക് എലൈറ്റ് കിട്ടും ഗൈസ്. അവിടുത്തെ സിറ്റി റെയ്ഡ് ചെയ്ത് ഏൻഷ്യൻ സിറ്റി കിട്ടും. ഏൻഷ്യൻ സിറ്റിയിൽ നിന്ന് എലൈറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഗൺ പൗഡർ വേണം. ഗൺ പൗഡർ ഷുഗർ കെയിൻ വെച്ചിട്ട് നമുക്ക് പേപ്പർ ഉണ്ടാക്കാം. ആ പേപ്പർ കൊണ്ട് നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഗൈസ്. ആ പേപ്പറും ഗൺ പൗഡർ ഉപയോഗിച്ച് നമുക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനാണ് ഈ ക്രീപ്പർ ഫാം ഉണ്ടാക്കുന്നത്. അപ്പോൾ മോബ് ഫാം ഉണ്ടാക്കിയാലും മതി, പക്ഷേ മോബ് ഫാം ഉണ്ടാക്കണം. ക്രീപ്പർ ഫാമാണ് കുറച്ചുകൂടി നല്ലത്. അതിനുള്ള റിസോഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കണ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അയൺ ഫാമിൻ്റെ തൊട്ടടുത്തൊക്കെ എവിടെയെങ്കിലും ഉണ്ടാക്കാനാണ് എൻ്റെ പ്ലാന്. അവിടെ റിസോഴ്സൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ പേര് കാർത്തിക്. ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരും ഇപ്പോൾ തന്നെ കയറി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഞാൻ അയൺ ഫാമിൻ്റെ തൊട്ടടുത്താണ് ഉണ്ടാക്കണോ അതോ വേറെ എവിടെ ഉണ്ടാക്കണോ? നമുക്ക് അല്ലെങ്കിൽ വേറെ എവിടെ ഉണ്ടാക്കാം. ആ സൈഡിലോട്ട് ഉണ്ടാക്കാം. അമ്മമാരുടെ ഞാൻ 1-2 ദിവസം മുന്നേ ഇവിടെ 2 പില്ലേജർമാരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മറ്റേ ബാനർ പിടിച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവനെ തന്നെ ഞാൻ പിടിച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഡേസ്മൺ ആയതാണ്. ബോട്ടിന്ന് ഇറങ്ങുന്നത് ബോട്ടിന്ന് ഇറങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും ഡേസ്മൺ ആയതുള്ളൂ. ഡേസ്മൺ ഇനി റൈഡ് അടിക്കാൻ തന്നെ വില്ലേജ് ഔട്ട് പോസ്റ്റിലേക്ക് കൊണ്ടുപോയില്ലോ. നല്ലതാട്ടെ. ഞാൻ ഈ ഫാം അവിടേക്ക് ഉണ്ടാക്കാം ഗൈസ്. അവിടെ ഇട്ടിവിടെ കാണണം, അല്ലെങ്കിൽ എയറിലുണ്ടാക്കാം. മറ്റേ സ്കാഫോൾഡിങ് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഞാനത് പതിവ് പോലെ തന്നെ അത് വീഡിയോയ്ക്കകത്ത് കാണിക്കില്ല. ഉണ്ടാക്കാൻ ട്യൂട്ടോറിയൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുക. നിങ്ങളത് നോക്കി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നമ്മുടെ ക്രീപ്പർ ഫാം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തില്ല. കുറച്ചും കൂടെ പണിയുണ്ട്. നല്ല പണിയുണ്ട്. എൻ്റെ റിസോഴ്സൊക്കെ കഴിഞ്ഞു ഗൈസ്. എൻ്റെ റിസോഴ്സൊക്കെ പോയതല്ല, ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ എല്ലാം തീർന്നു. ഇനി മൈൻഡ് തറ കിട്ടുള്ളൂ. മൈൻഡ് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നേരമായി ഗൈസ്. ഞാൻ ഇതിൻ്റെ ഓഫ് ക്യാമറ ഇനി കംപ്ലീറ്റ് ചെയ്തോളാം. ഇതിനൊക്കെ ഇത്ര പോലും സ്ട്രോങ്ങായിട്ടില്ല, വന്നിട്ടില്ല. എന്താണെന്ന് മനസ്സിലാവില്ല. ഇത് കണ്ടിട്ട് അവിടെ ഞാൻ തോന്നിട്ട് എറണാകുളം കിട്ടുന്നൊക്കെ ലൂട്ടിങ് 3 സോളർ ഞാൻ അടിച്ചാലേ. അപ്പോൾ നല്ല ഒരു ഇതിന് ഡ്രോപ്പുകളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ നല്ല മൈനിങ്ങിന് പോകണം. ഞാൻ കാണിച്ചത് എൻ്റെ വർക്കിനാണെങ്കിൽ വെച്ചല്ലത് 1.20 ഞാൻ 1.21 അല്ലേ. നോക്കട്ടെ 1.20 ആക്കാൻ പറ്റുമെന്ന്. വേൾഡ് സേവ് ചെയ്തിട്ട് നോക്കണം. ഇത് ക്രീപ്പറൊന്നും സ്പോണാണല്ലേ മനസ്സിലാവില്ല. ക്രീപ്പറൊന്നും വലിയ സ്പോൺ ആയിട്ടില്ല. ഞാൻ അടിയിൽ കാണിച്ചല്ലോ. ഇവിടെ സ്റ്റാഫോൾഡ് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ബേസിൽ ഞാൻ കാണാൻ പറ്റും. നമ്മുടെ ബേസ് പോയിരിക്കുന്നു. ഇവിടെ എക്സൈസ് ബോട്ട് ഉണ്ടാക്കണമെങ്കിൽ മുഴുവനായിട്ട് ഉണ്ടാക്കിയിട്ട് എനിക്ക് എക്സൈസ് ബോട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ എക്സൈസ് ബോട്ട് ഉണ്ടാക്കുന്നില്ല. ഇവിടെ തന്നെ നിൽക്കുക. ഇവിടെ ആണെങ്കിൽ ഒരൊറ്റ മൗണ്ട് പോലും സ്പോണുണ്ട്. ഇവിടെ വെള്ളത്തിലൊന്നും വെള്ളം എത്തിയായിരുന്നു. എപ്പം നോക്കിയാൽ ഇവിടെ തണ്ടസ്റ്റാം അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഗൈസ്. ഇപ്പം നോക്കിയാൽ തണ്ടസ്റ്റാം തന്നെയാണ്. ഒരു മിനിറ്റ് ഗൈസ്. ഇപ്പോൾ നമുക്ക് ഒരു സൗണ്ട് കേൾക്കാമല്ലോ. നേരത്തെ എൻ്റെ മുന്നിൽ വെച്ചാണ് 2 ഇടിവെട്ട് ഇവിടെ നടന്നു. വെള്ളത്തിക്കാണ് ഇടി വെട്ടിയത്. ഇതുവരെയായിട്ടും ക്രീപ്പറൊന്നും സ്പോണായിട്ടില്ല. നല്ല ഇടിവെട്ടി മഴയാണ് കഴിഞ്ഞത്. ബേസിലെല്ലാം സ്പോണായെന്നും അറിയില്ല. ഒന്നും ബേസ് കാണാനില്ല. എവിടെയായിരുന്നു ബേസ്? അവിടെ ഇവിടെ നോക്കുമ്പോൾ ബേസ് കാണില്ല. ഇതെന്ത്? റെഡി. സ്പീക്കുമ്പോൾ ഇത് വരുന്നുണ്ടായത് ആണ്ടാ. ഷീൽഡ് വരുന്നില്ല. എന്ത് ഇടിവെട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും പോലും വന്നിട്ടില്ല. ഞാനൊന്ന് പറയുക ലാസ്റ്റ് നോക്കി ഇത് വർക്കാവുണ്ടോന്ന്. ഇതിൻ്റെ മേലേല് ചത്ത് കഴിഞ്ഞ് ഡ്രോപ്പൊക്കെ ജസ്റ്റിൽ വരണതൊക്കെ വേണ്ടിയിട്ട്
രണ്ടും കളിപ്പിച്ച് എൻ്റെ ഷീൽഡ് എടുത്ത് എറിഞ്ഞ്. ഷീൽഡ് തന്നെ ഒന്നു, പിന്നെ ഞാൻ എറിഞ്ഞ് മുകളിൽ നിന്ന് എറിഞ്ഞു, പക്ഷെ ഇവിടെ ഒന്ന് തട്ടിയിട്ടു. ഞാൻ ചെയ്ത് ഷീൽഡ് പോയിരുന്നു. എന്നിട്ട് ഞാൻ പൊട്ടിച്ച് കളയാൻ ഒന്നുകൂടി കയറി. പിന്നെ പൊട്ടിച്ച് കളയാൻ ഒന്നുകൂടി കയറിയതാ ഗൈസ്. കയറിയപ്പോൾ വെള്ളത്തിൻ്റെ സൈഡിൽ വെക്കുന്ന ഷീൽഡ് എന്തൊരു ഭയത്തിന് അത് കിട്ടി. ശരിക്കും പറഞ്ഞാൽ കത്തിപ്പോവില്ലായിരുന്നു. ഞാൻ കത്തിപ്പോന്ന് വിചാരിച്ച്, കത്തിപ്പോവില്ലായിരുന്നു ഗൈസ്. ഇതിലോട്ട് ഒരു ക്രീപ്പർ പോലും വന്നിട്ടില്ല. ഇത് ഞാൻ നോക്കട്ടെ ഗൈസ്. 1.20 ഇത് 1.21 ആണ്. ബേറ്റ വേർഷൻ ആയ കാരണമാണിത്. 1.20 ഫാം വർക്കാന്ന് അറിയില്ല. പക്ഷേ വൂൾ ഫാമൊക്കെ നന്നായി വർക്കിംഗ് ആണ്. വൂൾ ഫാമൊക്കെ 1.20 വൂൾ ഫാമാണ്, അത് വർക്കിംഗ് ആണ്. അത് അത്യാവശ്യം എല്ലാ വർഷനിലും വർക്കാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എന്നിട്ട് കണ്ട പോലെ തോന്നി. എനിക്കെന്തൊരു പച്ച കളറുള്ള സാധനം കണ്ട പോലെ തോന്നിയതാവും. ക്രീപ്പർ വായു, ഒരു ക്രീപ്പറിനെ പോലും കാണാനല്ലോ. ഒരു ക്രീപ്പർ വന്നിരുന്നെങ്കിൽ നന്നായനെ. ക്രീപ്പറിനെ ഒന്നും കാണാല്ലേ ഗൈസ്. എന്താ പറ്റിയെന്നറിയില്ല, ഫാം വർക്കാവണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാമേ വർക്കാവണില്ല. മൈൻക്രാഫ്റ്റിൽ പുതിയതായിട്ടൊന്നുമല്ല സ്പെക്ടേറ്റർ മോഡ്, അത് ഇതിലിടാൻ പറ്റുമോയെന്ന് അറിയില്ല. അത് ഇടണമെങ്കിൽ നമ്മൾ ചീറ്റ് ഓണാക്കണ്ടേ. ചീറ്റ് ഓണാക്കി കളിക്കാൻ താല്പര്യമില്ല. സ്പെക്ടേറ്റർ മോഡ് ഇടാം. വരുന്നു ഗൈസ്, സ്പെക്ടേറ്റർ മോഡ് ഇടാണ് ഗൈസ്. ഞാൻ സ്പെക്ടേറ്റർ മോഡാണ് കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. ഈ ഫാമിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലേ, ഇവിടെ ഫുള്ളായിട്ട് ടാപ്പ് ഡോർ വയ്ക്കാൻ പറ്റുന്നില്ല. ഇവിടെ ടാപ്പ് ഡോറുള്ള കാരണമാണ്. ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, സ്റ്റെയർ വെച്ചിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് ഉമ്മമാർ സ്പോൺ ആവുന്നുണ്ട്. ഈ ബട്ടൺ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പൈഡർ സ്പോൺ ആവുന്നതാണ്. സ്പൈഡറും സ്പോൺ ആവണില്ല, ഒരു മോബ് പോലും ഇവിടെ സ്പോൺ ആവണില്ല. എന്താണെന്ന് വെച്ചാൽ അറിയില്ല. ഇവിടെ തരി ഇട്ടില്ല. രാവിലെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞത്. രാവിലെയാണ് ഈ തണ്ടർ സ്റ്റോം ഉള്ളപ്പോൾ രാവിലെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ തരി ഇരുട്ട് പോലും ഇല്ല. ഇതിന് മുന്നേ ടാപ്പ് ഡോർ വെച്ച് അടച്ചേക്ക്, എന്നിട്ട് പോലും ഇതിൻ്റെ ഉള്ളിൽ ഇട്ടില്ല ഗൈസ്. ഈ ഫാം ഇറക്കിയാവണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ കോളും കംപ്ലീറ്റ് ആയില്ല, കുറച്ച് കംപ്ലീറ്റ് ആയി. ഞാൻ സർവൈവൽ ആയിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ ഇന്ന് ക്രീപ്പർ ഫാം ഉണ്ടാക്കി. പക്ഷേ മുഴുവനായില്ല, എന്നാലും 2 ലെയർ ഉണ്ടാക്കി. 3ാമത്തെ നില ഉണ്ടാക്കുമ്പോഴേക്കും ബ്ലോക്കുകളൊക്കെ തീർന്നു ഗൈസ്. എന്നിട്ടാണ് ഈ ഫാം വർക്കാവുന്നില്ല. നല്ല ഇടിവെട്ട് മഴയാണ്, തണ്ടർസ്റ്റോമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.